ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ സന്തോഷമുള്ള ദിവസം തന്നെയാണ്. ഇന്ന് എൻ്റെ ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഉച്ചക്കത്തെ ഒന്നും വിശേഷങ്ങളില്ല കേട്ടോ. കാരണം വൈകിട്ടാണ് ഞാൻ കുറച്ച് ഒരു വിശേഷങ്ങളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇക്കാക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ ഇക്ക വർക്കിന് പോയി. പിന്നെ ഇപ്പോൾ എന്താ രാവിലെ ഇക്കില്ലാണ്ട് എന്താ ചെയ്യണോട്ട് പിന്നെ ഒരു പരിപാടിയും ചെയ്തില്ല. അപ്പം ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ബീഫൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതിലേക്ക് മൊത്തം മസാല തിരുമ്പി വെച്ചു. അത് വേവിച്ച് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബീഫ് മസാല ഇട്ടിട്ട് അതിന് നന്നായി കുഴച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്ത ശേഷം നമ്മുടെ ബീഫ് കുക്കറിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ കേട്ടോ. ബീഫ് ബിരിയാണി ഉണ്ടാക്കാനാണ്. ബീഫ് ബിരിയാണി ബീഫിൻ്റെ ഗ്രേവി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബീഫ് റോസ്റ്റ് അല്ല, ഒരു ഗ്രേവി പോലെ. ബിരിയാണിക്ക് സൈഡായിട്ട് കഴിക്കില്ല അങ്ങനെ. ഇന്നത്തെ ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ ഉമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇളക്കലും പിടിക്കലൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് ഉണ്ടാക്കിയതൊക്കെ ഉമ്മയാണ് കേട്ടോ. പിന്നെ അതാ കുക്കറിലേക്ക് അത് വെച്ചിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഞാനിന്ന് ഇന്നലത്തെ കുറേക്കണ എന്നതുകൊണ്ട് അതൊന്നും എടുത്തില്ല കേട്ടോ. കൂട്ടി അരി ആട്ടാൻ ഇട്ടിട്ടുണ്ട്, അതും ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും വിറക് പറഞ്ഞില്ലേ, വിറകൊക്കെ കംപ്ലീറ്റ് അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ നല്ല പൊന്ത പിടിച്ച കാടായിരുന്നു. കാരണം മഴ പെയ്തിട്ട് ഇങ്ങനെ അവച്ചവച്ച് വന്നിട്ട് നല്ല പൊന്തയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെത്തി വൃത്തിയാക്കി സൈഡൊക്കെ. എനിക്ക് കുറച്ചുകൂടി സൈഡ് ചെയ്യാനുണ്ട്. പിന്നെ കവുങ്ങൊക്കെ നനയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭാഗമൊക്കെ നല്ല കാടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് വൃത്തിയാക്കി എടുത്തു. ആ വിറകൊക്കെ കണ്ടതാ. ഈ സൈഡൊക്കെ നല്ല പുല്ലും കാടായിരുന്നു. കംപ്ലീറ്റ് ചെത്തിയെടുത്തു. അപ്പോഴേക്കും ഉമ്മ വന്നു. ഉമ്മ ഓറഞ്ചും സ്നാക്സൊക്കെ കൊണ്ടുവന്ന് കുട്ടിക്കുമൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അവളുടെ സ്നാക്സ് ബോക്സിലാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മയും ഞാനും കൂടി ബിരിയാണി പരിപാടിക്ക് നിന്ന് കേട്ടോ. അപ്പോൾ ഉമ്മ ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ചിപ്സ്. കുട്ടിക്കും പിന്നെ ഞങ്ങളങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈത്തപ്പഴമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഉമ്മയാണ് വെക്കണത്. അടുപ്പിലാണ് വെക്കണത്. ഉമ്മക്ക് ഗ്യാസിൽ വെച്ചാൽ ശരിയായില്ല. ഞാൻ മിക്കവാറും ഗ്യാസിൽ തന്നെ വെക്കൽ കേട്ടോ. ഉമ്മ അത് അടുപ്പിൽ വെക്കണു. എല്ലാ മസാലയും കൂട്ടിയിട്ടുണ്ട്. ഉള്ളി, പട്ട, കറാമ്പൊക്കെ ഇട്ട് തമിഴ്നാടൻ ബിരിയാണി പോലത്തെ ബിരിയാണിയാണ് കേട്ടോ അത് ഉമ്മ വെക്കുന്നത്. ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടു, പേസ്റ്റൊക്കെ ഇട്ടു, മുളക് പൊടിയും ഗരം മസാല ഇടും. ഗരം മസാല ഉമ്മ പൊടിക്കുന്നത്, പട്ടയും കറാമ്പും ഏലക്കയും ഉമ്മ ചൂടാക്കി പൊടിച്ചേർന്നത്, കടയിൽ നിന്ന് പൊടിക്കുന്നതല്ല കേട്ടോ. അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു. ആ വെള്ളം വരുമ്പോൾ അതിലേക്ക് അരി കൂട്ടി ദം ഇടുക കേട്ടോ. വലിയ പരിപാടിയൊന്നും നമ്മൾ മറ്റേ ദം ബിരിയാണി പോലത്തെ പരിപാടി അത്ര വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ. അത് വേഗം എളുപ്പമാണ്. ഞാൻ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കാറ്. ചിലപ്പോഴാണ് ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. കാരണം ബർത്ത്ഡേ അല്ലേ, അപ്പം പിന്നെ വേണമല്ലോ. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിലൊരു മൊമെൻറ്റ്. പിന്നെ അപ്പോഴേക്കും കുക്കറിൽ ബീഫ് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ഗ്രേവി ആക്കുകയാണ്. തക്കാളിയും വെല്ലുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് കംപ്ലീറ്റ് ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കുക. പിന്നെ വേവിച്ച് കുറച്ച് പൊടികൾ കുറച്ച് കൂടുക. പക്ഷേ അതിൽ കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഈ മസാലയിൽ ഇടുക. എന്നിട്ട് ഇറച്ചി വേവിച്ച് വെച്ചതും കൂട്ടിയിട്ട് ഒരു ഒറ്റ വിസിൽ കേട്ടോ. ഒറ്റ വിസിലടിച്ചാൽ തന്നെ നല്ല കുഴമ്പനായി വരും. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ദമ്മ് പൊട്ടിച്ചു റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഇക്കാനും ഇക്കയും ഞങ്ങളെല്ലാവരും കൂടി നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.